വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. സേമിയ പായസം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ബട്ട് ഓരോ വീട്ടിലും എനിക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും ഏറ്റവും ഇഷ്ടം എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സേമിയ പായസത്തിൻ്റെയാണ്. സേമിയ നമുക്ക് 2 ടൈപ്പിൽ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ഇതുപോലെ ഫ്രൈഡ് ആയിട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ടൈപ്പും ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പും. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഫ്രൈഡ് ആയിട്ടുള്ള ടൈപ്പാണ്. ഫ്രൈഡ് സേമിയ ഇതുപോലെ ചെറിയൊരു റെഡിഷ് കളറിലാണ് ഇരിക്കുന്നത്. ബട്ട് എപ്പോഴും ഫ്രൈഡ് സേമിയ വാങ്ങിച്ചാലും ഒന്നും കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്താലാണ് പായസത്തിൻ്റെ ടെക്സ്ചറിന് കൂടുതൽ നല്ലത്. ഞാനൊരു 200 ഗ്രാംസ് ഫ്രൈഡ് സേമിയയുടെ മെഷർമെൻറ്റാണ് പറയാൻ പോകുന്നത്. എപ്പോഴും ഒരു പരന്ന പാത്രത്തിൽ വേണം സേമിയ ഫ്രൈ ചെയ്യാനായിട്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യുക. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 200 ഗ്രാം സേമിയ ആഡ് ചെയ്യുക. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ബിക്കോസ് ഇത് ഫ്രൈഡ് റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് എപ്പോഴും സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിതുപോലെ വൈറ്റ് പാത്രം എടുക്കാൻ പറഞ്ഞത് സേമിയ ഈവനായിട്ട് ഫ്രൈ ചെയ്യാനാണ്. സേമിയ ഈവനായിട്ട് ഫ്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് പായസത്തിന് കറക്റ്റ് ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പായസം എപ്പോഴും ഒരു പോറിജിൻ്റെ ടെക്സ്ചറിലോട്ട് പോകും. ഒരു കുറുക്ക് മാതിരി ഇരിക്കും പായസം. ഈ ഒരു കളറിലാണ് സേമിയ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കേണ്ടത്. ഇനി ഇതിലോട്ട് 2.5 കപ്പ് ബോയിലിംഗ് വാട്ടർ ആഡ് ചെയ്യണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് സ്റ്റർ ചെയ്തിട്ട് മൂടി വെക്കാം. ഇപ്പോൾ സേമിയ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം മിൽക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് സേമിയ കുക്കായിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ബോയിലിംഗ് വാട്ടർ കൂടി ആഡ് ചെയ്ത് ലിഡ് വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി. ബട്ട് ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. സോ ഇനി മിൽക്ക് ആഡ് ചെയ്യാം. ഞാനൊരു 2 ലിറ്റർ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ബോയിലിംഗ് മിൽക്കിലോട്ട് വേണം ഷുഗറും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാനായിട്ട്. എപ്പോഴും ബോയിലിംഗ് മിൽക്കിലോട്ട് വേണം ഷുഗർ ആഡ് ചെയ്യാനായിട്ട്. സേമിയ കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഷുഗർ ആഡ് ചെയ്ത് കുക്ക് ചെയ്യരുത്. ബിക്കോസ് സേമിയ പെർഫെക്റ്റ് ആയിട്ട് കുക്കാവില്ല. എപ്പോഴും മിൽക്കിലോട്ട് വേണം ഷുഗർ ആഡ് ചെയ്യാനായിട്ട്. ഞാൻ 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 1 ടിൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്താൽ എപ്പോഴും സ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ബിക്കോസ് അല്ലെങ്കിൽ ബേൺഡായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ടുള്ള പായസമാണ് ഇഷ്ടമെങ്കിൽ 1/2 ദ ക്വാണ്ടിറ്റി വരെ ബോയിൽ ചെയ്യുക. ഒരു മീഡിയം ലെവലിൽ തിക്നെസ് മതിയെങ്കിൽ അതിന് കുറേ കൂടെ മുമ്പ് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ആൻഡ് എപ്പോഴും സ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ബോയിൽ ചെയ്യിക്കുക പായസം. ഞാനൊരു മീഡിയം തിക്നെസ്സിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് ചൂടാറി കഴിയുമ്പോഴും അതുപോലെ തന്നെ റെഫ്രിജറേറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടി തിക്കാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നട്ട്സും കാർഡമം കൂടി ആഡ് ചെയ്യാനുണ്ട്. എനിക്ക് ഒരുപാട് കാർഡമം ഫ്ലേവർ സേമിയ പായസത്തിന് അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് 7 കാർഡമംസ് ആണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് മിക്സിയിൽ പൗഡർ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്താലും എപ്പോഴും സീവ് ചെയ്തിട്ട് വേണം കാർഡമം ആഡ് ചെയ്യാനായിട്ട്. ഇനി നട്ട്സ് ആഡ് ചെയ്യാനായിട്ട് ഞാനൊരു 1/4 കപ്പ് ബ്രോക്കൺ നട്ട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് 1/2 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യുക. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നട്ട്സ് ആഡ് ചെയ്യുക. സേമിയ പായസത്തിന് എപ്പോഴും ഗീയുടെ ഫ്ലേവർ എപ്പോഴും കുറച്ച് മതി. അപ്പം ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയെ ആഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കിസ്മസും കൂടി വേണമെങ്കിൽ ഫ്രൈ ചെയ്യാനാണ്. ബട്ട് വീട്ടിലെല്ലാവരും കാഷ്യൂസ് മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത്. നട്ട്സ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി പായസത്തിലോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ സേമിയ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡും ഈ ഒരു മെഷർമെൻറ്റും എക്സാക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സേമിയ പായസം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം.
ഈ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമുക്കൊരു 15 പേർക്കുള്ള പായസം ഉണ്ടാക്കാൻ പറ്റും.